റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഡൽഹിയിൽ പുതുതായി പണികഴിപ്പിച്ച മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിട്ടുനിന്നതിൽ ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. കെ.സി. വേണുഗോപാൽ മാത്രമാണ് പരിപാടിക്കെത്തിയത്. പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവും പരിപാടിയിൽ പക്ഷേ പങ്കെടുത്തില്ല. പി.ആർ. സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി.ആർ. സുനിൽ, ഇന്നൊരർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. പക്ഷേ കെ.സി. വേണുഗോപാൽ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ വിഷമമുണ്ടാക്കിയെന്നാണ് അറിയുന്നത്. വലിയ അതൃപ്തിയിലാണെന്നും അറിയുന്നു. എന്താണ് സംഭവിച്ചത് പി.ആർ. സുനിൽ? അരുൺ, അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനം ദില്ലിയിലെ ദരിയാഗഞ്ചിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും ഒക്കെ തന്നെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇവരാരും തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയില്ല. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദില്ലിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധിയെങ്കിലും എത്തുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി എത്തിയില്ല. പകരം പ്രിയങ്ക ഗാന്ധിയുടേതായ ഒരു സന്ദേശം മാത്രമാണ് വന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയാണ് മുസ്ലിം ലീഗിനുള്ളത്. കെ.സി. വേണുഗോപാലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിലേക്ക് വന്നത്. കോഴിക്കോട് എം.കെ. രാഘവനും ചടങ്ങിൽ പങ്കെടുത്തു. ഏതായാലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് പാർട്ടിയുടെ പ്രവർത്തനം ഉത്തരേന്ത്യയിലേക്ക് കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദില്ലിയിൽ ഇപ്പോൾ പുതിയ ആസ്ഥാന മന്ദിരം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യ സഖ്യത്തിന്റെയും മതേതര പാർട്ടികളുടെയും ഒക്കെ തന്നെ ഒരു കൂട്ടായ്മയാക്കി ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുക എന്നതായിരുന്നു മുസ്ലിം ലീഗ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. പക്ഷേ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊന്നും വരാത്തതുകൊണ്ട് ആ ഒരു നീക്കം നടന്നില്ല. ഇക്കാര്യത്തിലുള്ള വലിയ അതൃപ്തി മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.